friends, welcome back to my channel Leches Cafe. Leches Cafe il innu nammal undaakkan povunnathu trending aayittulla super tasty aayittulla Leches Cake aanu. Valare pettannu namukku veedil thayyarakkavunne ullu ee oru cake ennu parayunnathu namukkariyalo mattulla cakes nekkaattilum valare tasty aayittulla oru cake aanadu. So nammade videos ishtapedanengil channel subscribe cheyanum thottattulla bell icon click cheyanum adupole thanne ee oru recipe try cheyidittu engane undayirunnu ennallathu thaazhe comment cheyanum marakkaruthu. അപ്പോൾ ദാ ഈ ഒരു Leches Cake എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ തണുപ്പിക്കാത്ത ഫ്രിഡ്ജിൽ വയ്ക്കാത്ത മുട്ട വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു 3 മുട്ടയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. ലോ സ്പീഡിലിട്ട് കുറച്ച് കഴിയുമ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് നന്നായിട്ട് മുട്ട പതഞ്ഞു വരുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയാവണം. അപ്പോൾ ഈ ഒരു പരുവം ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര പല ട്രിപ്പായിട്ട് ഇട്ട് കൊടുക്കുക. ഒറ്റ തവണ തന്നെ എല്ലാം ഇടരുത്. 2 or 3 തവണയായിട്ട് ഈ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അത് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ബീറ്ററിൽ നമ്മൾ ചെയ്യുമ്പോൾ എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും. അതാണ് ബീറ്ററിൻ്റെ പ്രത്യേകത. ഇതിലേക്ക് നമുക്കിനി 1 കപ്പ് മൈദ, അരിച്ചെടുത്ത മൈദയാണിത്. അത് പല തവണകളായിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് പല തവണകളായിട്ട് ഇട്ട് വേണം നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് നമുക്കതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് മൈദയും നമ്മൾ പല തവണയായിട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് കട്ടിയായെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് പാല് ചേർക്കേണ്ടത്. 1/2 കപ്പ് പാല് 2 തവണയോ അല്ലെങ്കിൽ 3 തവണയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാലെടുക്കുമ്പോൾ തണുത്ത പാലല്ല എടുക്കേണ്ടത്, തണുപ്പില്ലാത്ത പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്കി പാല് കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ കേക്കിൻ്റെ ബാറ്റർ അങ്ങനെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കണ്ടു, ഈ ഒരു കട്ടിയാണ് അതിന് വേണ്ടത്. തീരെ ലൂസായി പോകരുത്, എന്നാൽ ഓവർ കട്ടിയാവാനും പാടില്ല. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി എന്ന് നമ്മൾ പറയില്ലേ, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോഡാപ്പൊടി മാത്രമേ നമ്മളിത് ചേർക്കുന്നുള്ളൂ, ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വീട്ടിലുള്ള പാത്രങ്ങളോ അടികട്ടിയുള്ള പാത്രം ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഓവനിൽ വെക്കാനായതുകൊണ്ട് കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഓവനിലേക്ക് വയ്ക്കുന്നതിനേക്കാളും തൊട്ട് മുന്നേ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അതിൻ്റെ ഉള്ളിലെ എയർ ബബിൾസൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം വേണം ഓവനിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഒരു ഓവനിലേക്ക് നമ്മളിത് ഒരു 30 to 35 മിനിറ്റ് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 160 തൊട്ട് 180 വരെ ടെമ്പറേച്ചർ വയ്ക്കാൻ കുഴപ്പമില്ല. ഒരു 30 to 35 മിനിറ്റ് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്യാം. ക്രീം ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ക്രീം എന്ന് പറയുമ്പോൾ വിവോയുടെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും മുന്നേ, ബീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം പുറത്ത് വയ്ക്കണം. ഐസ് കട്ടി ഇല്ലാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ അങ്ങനെ ആ ഒരു ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വേറെ ഐസിങ് ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല. പാകത്തിന് മധുരമുള്ള ക്രീമാണിത്, അതുകൊണ്ട് വേറെ എക്സ്ട്രാ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം അങ്ങനെ ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിൽ ഇതാ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ തുമ്പ് പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കാതെ നമുക്കിത് ആ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. നമ്മുടെ കേക്ക് തയ്യാറായി കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്താൽ മതി. അപ്പോൾ ഇതാ അതിന് ഞാൻ ഇങ്ങനെ ഒരു നോസിലാണ് ഇവിടെ എടുക്കുന്നത്. ശരിക്കും ഡ്രസ് ലെച്ചസിന് ഇപ്പോൾ നോസിലില്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. പല ഡിസൈൻസിൽ ഡ്രസ് ലെച്ചസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു നോസിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട സോസ് ഉണ്ടാക്കണം. സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പാലെന്ന് പറയുമ്പോൾ 1 കപ്പ് പാല് ചൂടാക്കി അത് പകുതി ക്വാണ്ടിറ്റിയിലേക്കാക്കി നല്ല കട്ടിയാക്കി എടുത്ത പാലാണ്. സോ ആ ഒരു പാല് ചെറു ചൂടോടെ വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ആ ചെറു ചൂടുള്ള പാലിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് ക്രീം ഒഴിക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം നമ്മളിപ്പോൾ എടുത്ത വിവോയുടെ അതേ സെയിം ക്രീം തന്നെ 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കണം. ഈ 3 കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ കേക്കിന് വേണ്ട ഈ ഒരു സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സോസ് ഉണ്ടാക്കുമ്പോൾ പാലിന് ചെറു ചൂടുണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സോസാണ് ആ കേക്കിന് സൂപ്പർ ടേസ്റ്റ് നൽകുന്നത്. സോ നമ്മുടെ കേക്കിന് വേണ്ട സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത് വെച്ച കേക്ക്, അപ്പോൾ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനത്തെ മോൾഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ കേക്കിൻ്റെ ഓർഡറൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ടിന്നിലാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഒരു കേക്കിൻ്റെ മുകളിൽ ഇതേപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ഒരു സോസ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ പാലും മിൽക്ക് മെയ്ഡും ക്രീമും കൂടി ചേർത്ത് ആ ഒരു സോസ് കേക്ക് ഫുള്ളായിട്ടും വെറ്റ് ചെയ്ത് കൊടുക്കണം. അത് വെച്ചിട്ട് ഈ സോസ് കൂടി ചെല്ലുമ്പോഴാണ് ആ ഒരു കേക്കിന് അത്ര ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, ഈ സോസ് ഒഴിക്കുന്ന സമയത്ത് കേക്കിൻ്റെ ചൂട് ചെറുതായിട്ട് വേണം. കംപ്ലീറ്റ് ആയിട്ടും കേക്കിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് പാടില്ല. കേക്കിനും ഒരു ചെറു ചൂട് വേണം. ആ ചെറു ചൂടോടുകൂടി നമ്മളിതിൽ ഒഴിക്കുമ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ആ ഒരു ക്രീം ഉണ്ടല്ലോ, അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഇതിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനൊരു ഡിസൈനാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് നട്ട്സ് പൊടിച്ചത്, ഇതെന്ന് പറയുമ്പോൾ പിസ്തയും അതുപോലെ തന്നെ കാഷ്യൂ കുറച്ച് പൊടിച്ചെടുത്തതാണ്. ആ പൊടിച്ചത് കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പിസ്തയും കാഷ്യൂ ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ലെച്ചസ് കേക്ക് അങ്ങനെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് ഈ ഒരു ലെച്ചസ് കേക്ക്. വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു സോസ് കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ എക്സ്ട്രാ സോഫ്റ്റുമാണ് ഈ ഒരു കേക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ താഴെ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്